വേറെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, രാമ കൃഷ്ണ, ഇവിടുന്ന് കുറച്ച് ദൂരമായിട്ട് ധേനുകൻ പറഞ്ഞൊരു അസുരനുണ്ട്. ആ അസുരൻ കഴുതയുടെ രൂപത്തിലാണ് അസുരൻ നടക്കുന്നത്. കഴുതയാണ് കണ്ടാല്. ആ അസുരനെ കൊന്നാല് അവിടെ ധാരാളം പഴങ്ങളുണ്ട് ആ കാട്ടിൽ. ധേനുകവനം എന്നാണ് ആ കാട്ടിന് പേര് തന്നെ പറയാ. പനമ്പഴങ്ങൾ ധാരാളം ഉണ്ട്. അതിന്റെ വാസന കേൾക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോഴേ കൊതിയാവുന്നു വല്ലാണ്ട്. ആ അസുരൻ അവിടെയുള്ള കാരണം അത് ഞങ്ങൾക്കൊന്നും തിന്നാൻ പറ്റുന്നില്ല, ആർക്കും അതിന്റെ പഴങ്ങൾ കിട്ടുന്നില്ല. അവിടെ പശുക്കൾക്കൊന്നും മേയാൻ പറ്റുന്നില്ല. അവിടെ വേറെ ആളുകൾക്കൊന്നും, അവിടെ പക്ഷികളും കൂടി പോവില്ല അവിടെ പേടിച്ചിട്ട്, ഈ അസുരനെ പേടിച്ചിട്ട്. ഒന്ന് ഞങ്ങൾക്ക് ആ പഴം കിട്ടാനൊരു വഴിയാക്കി തരുമോ ബലരാമകൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും ബലരാമനും കുട്ടികളെയും കൂട്ടിയിട്ട് ആ ധേനുകവനത്തിലേക്ക് പോയി. ധേനുകവനത്തിലേക്ക് പോയപ്പോൾ അവിടെ ചെന്നുടനെ തന്നെ ബലരാമൻ ആ മരം പിടിച്ചങ്ങ് കുലുക്കി. വലിയ ശക്തിയുള്ള ആളല്ലേ ബലരാമൻ. ആ ബലരാമന്റെ കൈ കൊണ്ടുള്ള ഒരു കുലുക്ക് കിട്ടിയപ്പോൾ പഴങ്ങളിങ്ങനെ തുരുതുരാ വീഴാൻ തുടങ്ങി. ആ പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടിട്ട് കഴുതയുടെ രൂപത്തിൽ ധേനുകാസുരൻ ഓടി വന്നു. ഓടി വന്നപ്പോൾ ബലരാമൻ ആ കഴുതയുടെ 2 കാലും കൂട്ടിപ്പിടിച്ച് വട്ടത്തിൽ ചുറ്റി. ആ ചുറ്റിയപ്പോൾ തന്നെ അവന്റെ ജീവൻ പോയി. അവനെ ഒരു മരത്തിലേക്ക് വലിച്ചെറിഞ്ഞു, ഒരു പനവൃക്ഷത്തിലേക്ക്. ആ മരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ മരം പൊട്ടി വേറൊരു മരത്തുമേൽ വീണു, അത് പൊട്ടി അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണു. അതുമേലുള്ള പഴങ്ങളൊക്കെ തുരുതുരാ ധാരാളം പഴങ്ങൾ വീണു. അപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ സന്തോഷമായി. എല്ലാവരും ഓടി വന്ന് പഴങ്ങളൊക്കെ പെറുക്കാൻ തുടങ്ങി. ഈ ധേനുകാസുരനെ കൊന്നപ്പോൾ അവന്റെ കൂട്ടുകാരസുരന്മാര് അവരും ഒക്കെ വന്നു. അവരെയൊക്കെ ബലരാമൻ എല്ലാവരും ഇങ്ങനെ കാല് പിടിച്ചെടുത്ത് ചുറ്റിയിട്ട് മരത്തുമലെറിഞ്ഞ് അങ്ങനെ കുറേ അസുരന്മാരെ കൊന്നു.